ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പ്രത്യേകതകളും സവിശേഷതകളും, ഇവരുടെ വിദ്യാഭ്യാസം, ഇവർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖല, വിജയസാധ്യതയുള്ള ബിസിനസ്, ഭാഗ്യ നമ്പർ, ഭാഗ്യദിക്ക്, ഭാഗ്യനിറം, സമ്പത്ത്, മറ്റു ഭാഗ്യാനുഭവങ്ങൾ, സ്വഭാവ സവിശേഷതകൾ തുടങ്ങി ആവശ്യം അറിഞ്ഞിരിക്കേണ്ട സമസ്ത മേഖലകളും അനിഴം നക്ഷത്രത്തിലെ 4 പാദങ്ങളിലും ജനിച്ചാലുള്ള പാദഫലങ്ങളും, അനിഴം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ ഫലങ്ങളും ഉൾപ്പെടെ സമ്പൂർണ്ണ ഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അനിഴം നക്ഷത്രം പൂർണ്ണമായും ചൊവ്വയുടെ ക്ഷേത്രമായ വൃശ്ചികം രാശിയിലാണ്. ശനിദശയിലാണ് ഇവരുടെ ജനനം. 19 വർഷത്തെ ശനിദശയിൽ ജന്മശിഷ്ടം കഴിഞ്ഞാൽ 17 വർഷം ബുധൻ, 7 വർഷം കേതു, 20 വർഷം ശുക്രൻ, 6 വർഷം ആദിത്യൻ, 10 വർഷം ചന്ദ്രൻ, 7 വർഷം ചൊവ്വ, 18 വർഷം രാഹു, 16 വർഷം വ്യാഴം എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ. ദേവഗണത്തിൽപ്പെടുന്ന ഇവരുടെ നക്ഷത്രാധിപൻ ശനിയാണ്. മിത്രൻ ആണ് ഇവരുടെ നക്ഷത്ര ദേവത. ശനീശ്വരൻ്റെ അനുഗ്രഹമുള്ള നാളുകളിൽ ഒന്നാണ് അനിഴവും. നക്ഷത്രത്തിൻ്റെ അധിപനായ ശനിയുടെയും കൂറിൻ്റെ അധിപനായ ചൊവ്വയുടെയും സ്വഭാവ സവിശേഷതകൾ ഈ നക്ഷത്രക്കാരിൽ കാണുവാൻ സാധിക്കും. ഇവർ അടിയുറച്ച ഈശ്വരവിശ്വാസികൾ ആയിരിക്കും. അനിഴം നക്ഷത്രക്കാർ ജീവിതത്തിൽ പല വിപരീത പരിതസ്ഥിതികളെയും നേരിടേണ്ടി വരുന്നവരാണ്. മത്സരങ്ങളും പരീക്ഷണങ്ങളും നിറഞ്ഞതായിരിക്കും ഇവരുടെ ജീവിതം. മത്സരിച്ച് തന്നെ ഇവർക്ക് ജീവിതത്തിൽ മുന്നേറേണ്ടതായി വരും. വിപരീതമായ സാഹചര്യങ്ങളോടും ചുറ്റുപാടുകളോടും ഏറ്റുമുട്ടേണ്ടി വരുന്ന ഇവരിൽ ഒരു വിഷാദാത്മക ഭാവം നിറഞ്ഞു നിൽക്കുന്നു. സുരക്ഷിത ചുറ്റുപാടിലും ഇവർക്ക് അശാന്തിയോ മനപ്രയാസമോ അനുഭവപ്പെടും. ജീവിതത്തിൽ ഇവർക്ക് സംഭവിക്കുന്ന പരിവർത്തനങ്ങൾ തീർത്തും അപ്രതീക്ഷിതമായിരിക്കും. അസാമാന്യമായ കർമ്മകുശലതയും ആസ്വാദനശീലവും ആത്മാർത്ഥതയും പ്രകടിപ്പിച്ചാലും അതനുസരിച്ച് പ്രതിഫലം ലഭിക്കണമെന്നില്ല. താൻ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ നിസ്സാരമാണെങ്കിൽ പോലും അതിനെപ്പറ്റി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നു മാത്രമല്ല, ഈ സൂര്യക്കേട് മറ്റുള്ളവരോട് പങ്കുവെച്ചുകൊണ്ടും ഇരിക്കും. എങ്കിലും സഹജീവികളോട് വിരോധം വെച്ചു പുലർത്താതെ കാരുണ്യം കാണിക്കുന്നവരാണ് ഇവർ. ഇവർ പൊതുവെ നിഷ്കളങ്കരാണ് എന്ന് പറയാം. മനസ്സിൽ തോന്നുന്നതൊക്കെയും തുറന്നു പറയും. ഹൃദയത്തിൽ എന്തെങ്കിലും രഹസ്യമായി സൂക്ഷിക്കുക എന്നത് ഇവരുടെ സ്വഭാവത്തിലില്ല. ആയതിനാൽ ചില സമയങ്ങളിൽ ഇവരുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാറുണ്ട്. ഇവർ ആരെയെങ്കിലും സഹായിക്കുവാൻ തുനിഞ്ഞാൽ അത് പൂർണ്ണ മനസ്സോടെ ആയിരിക്കും. ആരെയെങ്കിലും കാണിക്കുവാനോ ബോധ്യപ്പെടുത്തുവാനോ ആയിരിക്കില്ല അങ്ങനെ ചെയ്യുന്നത്. ജീവിതത്തിൽ മത്സരിച്ച് തന്നെ മുന്നേറേണ്ടതായി വരുന്ന ഇവർ എത്ര കഠിന പരിസ്ഥിതി ആയാലും അടുക്കും ചിട്ടയുമായി പ്രശ്നങ്ങളെ നേരിട്ട് അതിന് പരിഹാരം കാണുന്നു. തന്നെ എതിർക്കുന്നവരോടും തൻ്റെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെട്ട് തടസ്സം സൃഷ്ടിക്കുന്നവരോടും ഇവർ കാത്തിരുന്ന് തക്ക സമയത്ത് പ്രതികാരം ചെയ്യുന്ന സ്വഭാവക്കാരാണ്. ദൃഢനിശ്ചയക്കാരും പരിശ്രമശീലരുമായ ഇവർ താൻ ഏർപ്പെട്ട ജോലി സുഖകരമായി പര്യവസാനിപ്പിക്കുന്നതുവരെ അതിൽ തന്നെ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. എങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള തടസ്സങ്ങളെ ഇവർക്ക് നേരിടേണ്ടി വരും. ലക്ഷ്യത്തെ വളരെ ഗൗരവത്തോടെ കാണുന്നതിനാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് ഒടുവിൽ ഇവർ വിജയം കൈവരിക്കും. ഇവരെ തേടി വരുന്ന അവസരങ്ങൾ ഇവർ പരമാവധി പ്രയോജനപ്പെടുത്തും. ഒരു ജോലി എന്നതിലുപരി
ബിസിനസ് ചെയ്യുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അഥവാ ജോലിയിലാണെങ്കിൽ മേലധികാരികളുടെ ഇഷ്ടവും പ്രീതിയും നേടുവാൻ ഇവർക്ക് അനായാസം കഴിയുന്നു. ജോലിയിൽ പരിപൂർണ അച്ചടക്കം കാത്തു സൂക്ഷിക്കുവാൻ ഇവർ പരിശ്രമിക്കും. ജീവിത തത്വങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നതോടൊപ്പം വളരെ അച്ചടക്കമുള്ള ജീവിതവും ആയിരിക്കും ഇവരുടേത്. ഇവർക്ക് അധികം സുഹൃത്തുക്കൾ ഉണ്ടാകില്ല. അതുപോലെ തന്നെ ഇവരുടെ ബന്ധുവലയവും ചെറുതായിരിക്കും. ബുദ്ധിമുട്ടുകൾ കൊണ്ട് ജീവിതത്തിലെ പാഠങ്ങൾ പഠിച്ച് അനുഭവസമ്പന്നരായ ഇവരുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കുന്ന ആളുകൾ ഇവരിൽ നിന്നും അഭിപ്രായങ്ങൾ തേടും. ഏതൊരു പ്രയാസകരമായ സാഹചര്യത്തെയും ഒഴിവാക്കുവാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട്. പൊതുവെ ശുദ്ധഗതിക്കാരായ ഇവർക്ക് സ്വന്തം പ്രവൃത്തിയുടെ പൂർണ്ണഫലം എപ്പോഴും അനുഭവത്തിൽ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. വാക്ക് തർക്കങ്ങളിൽ ഉൾപ്പെടാതെ ഇവർ ഒതുങ്ങി നിൽക്കുന്ന ശാന്തവും സമാധാനപൂർണമായ ജീവിതം കഴിച്ചുകൂട്ടുവാൻ ആഗ്രഹിക്കുന്നവരാണ്. പൊതുവെ ലഹരി പദാർത്ഥങ്ങളോട് ഇവർക്ക് ആർത്തി കുറവായിരിക്കും. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുക ബുദ്ധിമുട്ടായിരിക്കും. ഇവർ യാത്രാപ്രിയരാണ്. ഗൗരവമുള്ളവരും സമൂഹ നേതൃസ്ഥാനം അലങ്കരിക്കാൻ പ്രാപ്തരുമാണ്. പ്രിയമായി സംസാരിക്കുന്നവർ ആണ് ഇവർ. ധനികരും സുഖത്തിൽ താല്പര്യമുള്ളവരും പൂജ്യനും യശസ്വിയുമായിരിക്കും ഇവർ. രാഷ്ട്രീയ രംഗത്ത് അതികായകന്മാരിൽ പലരും വൻ ബിസിനസ്സുകാരും അനിഴം നാളുകാരാണ്. മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഇവർക്ക് അനുഭവ ഗുണം കുറവായിരിക്കും. ജീവിത വൃത്തി അന്വേഷിച്ച് ഇവർ അന്യദേശത്ത് വാസം ചെയ്യേണ്ടതായി വരുന്നുണ്ട്. ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും. അനിഴം നക്ഷത്രക്കാർക്ക് ബന്ധപ്പെടാവുന്ന തൊഴിൽ മേഖലകൾ എഞ്ചിനീയറിംഗ്, ക്രിമിനൽ വക്കീൽ, ഔഷധം, ശസ്ത്രക്രിയാ വിദഗ്ധൻ, ഉപകരണ സംഗീത വിദഗ്ധൻ, പബ്ലിക്കേഷൻ, അച്ചടി, അഭിനയം, ഹോമിയോപ്പതി, തുകൽ വ്യാപാരം, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, രത്നങ്ങൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ദന്ത ഡോക്ടർ, ന്യായാധിപൻ എന്നിവയും കശുവണ്ടി, കടുക്, പരുത്തി എന്നിവയുമായി ബന്ധപ്പെട്ട കൃഷിയും ഇവർക്ക് അനുകൂലമായ തൊഴിൽ മേഖലയാണ്. താന്ത്രികം, ജ്യോതിഷം, സംഖ്യാശാസ്ത്രം, ഗണിതശാസ്ത്രം, ഭരണനിർവഹണം എന്നീ മേഖലകളിലും ശോഭിക്കുവാൻ കഴിയും. ഇടുപ്പിലെ എല്ല്, മൂത്രാശയം, മലദ്വാരം, ജനനേന്ദ്രിയങ്ങൾ, ജനനേന്ദ്രിയവുമായി ബന്ധമുള്ള എല്ലുകൾ, ആമാശയം, കുടൽ എന്നിവയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, ക്രമരഹിതമായ ആർത്തവം, മലബന്ധം, അർശസ് എന്നിവയ്ക്കും സാധ്യതയുണ്ട്. അനിഴം 1-ാം പാദത്തിൽ ജനിക്കുന്നവർക്ക് വലിപ്പമുള്ള തലയും ഉയർന്ന തോളും അഴകുള്ള ശരീരവും ആയിരിക്കും. ഇവർ മറ്റുള്ളവരെ സഹായിക്കാൻ സന്മനസ് ഉള്ളവരാണ്. കലയിലും ശാസ്ത്രത്തിലും പ്രാവീണ്യം നേടിയവരായിരിക്കും. അനിഴം 2-ാം പാദത്തിൽ ജനിക്കുന്നവർ അല്പധനം അനുഭവിക്കുന്നവർ ആയിരിക്കും. കാര്യങ്ങൾ നടന്നുപോകും എന്നല്ലാതെ സമ്പാദ്യം കാണില്ല. പങ്കാളികളോട് പ്രിയമുള്ളവരായിരിക്കും. ഗവൺമെൻറ് ഉദ്യോഗം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. അനിഴം 3-ാം പാദത്തിൽ ജനിക്കുന്നവർ കുടുംബത്തെ സംരക്ഷിക്കുന്നവർ ആണ്. ഇവർ വിദ്യാസമ്പന്നരും ത്യാഗശീലം ഉള്ളവരും ആയിരിക്കും. ഇവർ ധനവും കൃഷിഭൂമിയും സമ്പാദിക്കും. അനിഴം 4-ാം പാദത്തിൽ ജനിക്കുന്നവർക്ക് ഉയരക്കുറവായിരിക്കും. അഴകുള്ള മുടിയായിരിക്കും. മുതുകിൽ ചുഴിയുണ്ടായിരിക്കും. അധികം സംസാരിക്കുന്നവരും സ്ത്രീജനങ്ങൾക്ക് പ്രിയമുള്ളവരും ആയിരിക്കും. അനിഴം നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ സ്വഭാവശുദ്ധിയുള്ളവരാണ്. ഇവർ കൂർമ്മബുദ്ധിയുള്ളവരാണ്. ആകർഷകമായ കണ്ണുകളും വശ്യമായ പുഞ്ചിരിയും കൊണ്ട് അനിഴം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ആരെയും ആകർഷിക്കും. ഇവർ വളരെ വിനീതരും പ്രസന്നമായ മുഖമുദ്രയുള്ളവരും ഈശ്വരഭക്തി, ഗുരുഭക്തി, ഭർതൃഭക്തി എന്നീ സവിശേഷതകളോട് കൂടിയവരും ആയിരിക്കും ഇവർ. ദയാവായ്പും വിഷാദവും സ്ഫുരിക്കുന്ന മുഖഭാവമായിരിക്കും ഇവരുടേത്. ഇവർ അഹങ്കാരമില്ലാത്തവരും പ്രഭുത്വമുള്ളവരും
ലളിതമായ വേഷവും ആഭരണമുള്ളവരും ആയിരിക്കും. കുടുംബത്തിൻ്റെ അന്തസ്സ് നിലനിർത്തി ഇവർ മാതൃക കുടുംബിനികളായി ജീവിതം നയിക്കുന്നവരാണ്. ബന്ധുജനങ്ങളുടെ പ്രീതി ഉണ്ട് എന്ന് പറഞ്ഞാലും അത്ര പൂർണ്ണമായി ലഭിക്കില്ല. പരാതി ഒഴിഞ്ഞ നേരവും കാണില്ല. പ്രലോഭനങ്ങളിൽ വീഴാനുള്ള സാധ്യതയും ഉണ്ട്. 17 വയസ്സ് മുതൽ 46 വയസ്സ് വരെ പ്രശ്നബാധിത വിഷയങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതായി വന്നേക്കാം. ഇനി അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുയോജ്യമായ മറ്റ് തൊഴിൽ മേഖലകൾ കൂടി പരിശോധിച്ചാൽ മിത്രൻ ഇവരുടെ നക്ഷത്ര ദേവത ആയതിനാൽ സെയിൽസ് വിഭാഗം, ബ്യൂട്ടി പാർലർ, കയറ്റിറക്ക് സംബന്ധമായ ജോലികൾ, തുന്നൽ, ഹോട്ടൽ വ്യവസായം എന്നിവ ശുഭമേഖലകളാണ്. പെൺമാൻ ഇവരുടെ മൃഗം ആയതിനാൽ ശുചീകരണ പ്രവർത്തനങ്ങൾ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, സർക്കാർ ജീവനം, ഫിഷ് വ്യാപാരം, കെട്ടിട നിർമ്മാണ വ്യാപാരം എന്നീ മേഖലകളിലും ശോഭിക്കുവാൻ കഴിയും. ഇലഞ്ഞിയാണ് ഇവരുടെ വൃക്ഷം. അതുമായി ബന്ധപ്പെട്ട മേഖലകളായ ഫാക്ടറി ജീവനം, മെഡിക്കൽ സ്റ്റോറ്, ആധാരമെഴുത്ത്, തടി വ്യാപാരം, ഗവേഷണ സ്ഥാപനങ്ങൾ തുടങ്ങിയ മേഖലകളിലും ശോഭിക്കുവാൻ കഴിയുന്നതാണ്. ഇവരുടെ ഭാഗ്യസംഖ്യ 8ഉം ഭാഗ്യദിവസം ശനിയാഴ്ചയും ഭാഗ്യനിറം സ്വർണ്ണവർണ്ണവും ഭാഗ്യദിക്ക് വടക്കുമാണ്. ഭാഗ്യരത്നം ഇന്ദ്രനീലവും ഭാഗ്യദേവത മഹാവിഷ്ണുവും മോഹിനി ദേവിയുമാണ്. ഇവയ്ക്കും 8, 18, 28 എന്നീ തീയതികൾക്കും പ്രാധാന്യം നൽകിയാൽ ജീവിതത്തിൽ വിജയം നേടാനാകും. നക്ഷത്ര ദേവതാ മന്ത്രമായ ഓം മിത്രായ നമ എന്ന മന്ത്രം നിത്യവും 26 തവണ ജപിക്കുന്നത് ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുന്നതിന് ഗുണം ചെയ്യും. ഓരോരുത്തരുടെയും ദശാകാലഘട്ടം ഏതാണോ ആ ദശാനാഥന് പ്രാധാന്യമുള്ള ദിവസവും ഏത് അപഹാരമാണോ ആ അപഹാരനാഥന് പ്രാധാന്യമുള്ള ദിവസവും വഴിപാടുകൾ നടത്തുന്നത് ഗുണം ചെയ്യും. ഭരണി, പുണർതം, തിരുവാതിര, മൂലം, ഉത്രാടം, അവിട്ടം എന്നീ നക്ഷത്രങ്ങളും ബുധനാഴ്ചയും ഇവർക്ക് ശുഭകാര്യങ്ങൾക്ക് ഒഴിവാക്കേണ്ടതാണ്. ഭരണി ഇവർക്ക് വേദനക്ഷത്രം ആയതിനാൽ അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുമായുള്ള വിവാഹമോ കൂട്ടു ബിസിനസ്സോ അത്ര ശുഭകരമാകില്ല. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.